കാട്ടൂർ പഞ്ചായത്തിൽ LDF ഭരണം നിലനിർത്തി. 15 വാർഡുകളുള്ള പഞ്ചായത്തിൽ 10 വാർഡുകൾ നേടിയാണ് ഇടതുപക്ഷം ഭരണം തുടർച്ച നിലനിർത്തിയത്. CPM 8, CPI 1, കേരള കോൺഗ്രസ് 1 എന്നിങ്ങനെയാണ് ഇടതുപക്ഷത്തെ കക്ഷിനില. 5 സീറ്റുകൾ നേടിയ UDF കഴിഞ്ഞ തവണത്തേക്കാൾ 1 സീറ്റ് വർദ്ധിപ്പിച്ചു. 1 സീറ്റുണ്ടായിരുന്ന BJPക്ക് ഇത്തവണ പ്രതിനിധികളില്ല. ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്തിലെ കാട്ടൂർ ഡിവിഷൻ LDF നിലനിർത്തിയപ്പോൾ കാരാഞ്ചിറ ഡിവിഷൻ LDFിൽ നിന്ന് UDF പിടിച്ചെടുത്തു. കാറളം പഞ്ചായത്തിൽ ഇടതുപക്ഷം 8 സീറ്റുകൾ നേടി ശക്തി തെളിയിച്ചപ്പോൾ 6 സീറ്റ് നേടി BJP പഞ്ചായത്തിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. 2 സീറ്റുകളാണ് UDF നേടിയത്. കഴിഞ്ഞ തവണത്തേക്കാൾ 4 സീറ്റ് അധികം നേടിയാണ് BJP തെരഞ്ഞെടുപ്പിൽ ശക്തി കാട്ടിയത്. 1 സീറ്റുണ്ടായിരുന്ന UDF 1 സീറ്റ് കൂടി വർദ്ധിപ്പിച്ച് 2 സീറ്റ് നേടിയിട്ടുണ്ട്. ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്തിലെ വെള്ളാനി ഡിവിഷൻ നേടി BJP ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ആദ്യമായി താമര വിരിയിച്ചു. പടിയൂർ പഞ്ചായത്തിൽ 15 വാർഡുകളിൽ 7 വാർഡുകൾ ഇടതുപക്ഷം നേടി. 5 വാർഡുകൾ നേടി BJP പടിയൂർ പഞ്ചായത്തിൽ നിർണായക ശക്തിയായി. 3 വാർഡുകൾ UDF നേടിയിട്ടുണ്ട്. 45 വർഷങ്ങളായി തുടർച്ചയായി ഇടതുപക്ഷം ഭരിക്കുന്ന പഞ്ചായത്താണ് പടിയൂർ പഞ്ചായത്ത്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് പല സിറ്റിംഗ് വാർഡുകളും നഷ്ടപ്പെടുന്ന അവസ്ഥയാണുണ്ടായത്. CPM പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാണിച്ചിരുന്ന രാജേഷ് അശോകൻ പരാജയപ്പെട്ടതും ഇടതുപക്ഷത്തിന് തിരിച്ചടിയായി. തന്റെ തോൽവിക്ക് കാരണം പാർട്ടിയാണെന്ന തരത്തിൽ രാജേഷ് അശോകൻ സോഷ്യൽ മീഡിയയിൽ കുറിപ്പുമിട്ടിട്ടുണ്ട്. BJPയും UDFും പഞ്ചായത്തിൽ നിലമെച്ചപ്പെടുത്തിയത് പടിയൂർ പഞ്ചായത്തിലെ ഇടതുപക്ഷത്തിന്റെ വിജയത്തിന് മങ്ങലേൽപ്പിച്ചിട്ടുണ്ട്. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട.